അപ്പോൾ ഗായ്സ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് അത്ര അറിയുന്ന ഒരു കുട്ടിയാണ്. കല്യാണം കഴിഞ്ഞ് പോയതാണ്. കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മീൻസ് ഗോൾഡ് ഒന്ന് തൂക്കി നോക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗോൾഡ് പെണ്ണിൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചു. ഒരു 25 കുറച്ചും സ്വർണ്ണമുണ്ട്, 26ലേക്കില്ല, അങ്ങനെയേ ഉള്ളൂ. അപ്പോൾ ആ സ്വർണം അമ്മ തൂക്കി നോക്കിയിട്ടുള്ള റിസൾട്ടിൽ അമ്മ പറഞ്ഞു 25 പവൻ പോലും നിൻ്റെ അച്ഛന് തരാൻ വേണ്ടിയിട്ടില്ലേ, അതായത് നിൻ്റെ ഉപ്പാക്ക് തരാനില്ലേ. അപ്പം 25 പവനും എല്ലാവരും കൂടി തന്നിട്ടുണ്ടായ സ്വർണ്ണമല്ലേ, അപ്പം അതിനുള്ള കഴിവും നിങ്ങൾക്കില്ലേ. ഇവർക്ക് ആദ്യം ഇതൊന്നും അറിയില്ലേ, അതെനിക്ക് സംശയമാണ് ഗൈസ്. ഇങ്ങനത്തെ ടീമുകളോട് എന്താ പറയുക. അങ്ങനെ ആ കുട്ടീനോട് ഇത് 2-3 ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചില പാരൻറ്റിന് അങ്ങനെ ഒരു അസുഖമുണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇപ്പോഴത്തെ ചില കുട്ടികൾക്ക് വേഗം കാര്യങ്ങൾ പിടുത്തം കിട്ടും. ചിലതാണ് ഈ പാരൻറ്റിൻ്റെ പിന്നാലെ നടന്ന് കുറച്ച് ഫ്രണ്ട്സും പാരൻസും ഉള്ള ലോകത്തേക്ക് മാത്രമുള്ള കുട്ടികളെ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് അവിടെ നിന്നാണ് പടച്ച റബ്ബേ ഇതെന്താ ജീവിതം എന്ന് അറിയുന്നത്. അങ്ങനെയുള്ള ആ കുട്ടിയേക്കാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പം താങ്ങാൻ പറ്റാണ്ട് എങ്ങനെയാണ് ഡീൽ ചെയ്യാമെന്ന് അറിയാണ്ട് അവർ പോയിട്ട് മരണത്തിലേക്ക് പെട്ടെന്ന് കിടക്കുന്നത്. അപ്പം ഈ കുട്ടി വിചാരിച്ചാൽ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് ഈ ഹസ്ബൻഡിൻ്റെ അമ്മേനോട് സംസാരിച്ചു. എനിക്ക് ഹസ്ബൻഡിനോടാണ് ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിനോട് ചോദിച്ചു, എൻ്റെ സ്വർണ്ണമാണോ വേണ്ടത് എന്നെയാണോ വേണ്ടത്, നിങ്ങളിപ്പം പറയുമെന്ന് പറഞ്ഞു. അമ്മയുടെ മുമ്പിൽ നിന്ന് തന്നെ അമ്മ പറഞ്ഞു, എനിക്ക് അമ്മ പറയുന്നത് പോലെ സ്വർണ്ണത്തിനും കാര്യമുണ്ട്, സ്വർണം വലുതല്ല എന്നല്ല, സ്വർണ്ണം ഇത്തിരി കുറവ് തന്നെയാണ് തന്നത്. ഓക്കെ. അത് കേട്ട പാടെ പെണ്ണ്, അടിപൊളി പെണ്ണ് ഗൈസ്, പെണ്ണ് മദറിൻ്റെ കയ്യിൽ നിന്ന് തൂക്കാൻ തന്ന സ്വർണം തിരിച്ചു വാങ്ങിയിട്ട് അവൾക്ക് എന്താ വേണ്ട സാധനം എന്താ എടുക്കാനുണ്ടായ അത് മാത്രം എടുത്തിട്ട് അവൾ ആ സ്വർണവും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി. അവൾക്ക് തീരെ താല്പര്യമില്ല മുന്നോട്ടേക്കുള്ള ലൈഫ്. വക്കീലിൽ കണ്ട് സംസാരിക്കും, അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അതുവഴി പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ചില കുട്ടികൾ ഈ അമ്മയായാലും ഉമ്മയായാലും അങ്ങനെയുള്ള പിന്നാലെ നടന്ന് ലൈഫ് കൊണ്ടുപോയി പെട്ടെന്ന് ഒരാളെ കല്യാണം കഴിപ്പിച്ച് വേറൊരു വീട്ടിലേക്ക് വിടുമ്പം നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം അവർക്ക് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിലിംഗ് പോലെ ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ക്ലാസ് തന്നെ എടുത്ത് കൊടുത്തിട്ട് മാത്രം അതിലേക്ക് ഇവർ മീൻസ് അവർക്ക് മെച്യൂരിറ്റി അതിലേക്ക് എന്തായാലും സഹിക്കാനും നേരിടാനും പറ്റുന്നുള്ള കുട്ടികളെ മാത്രം നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിനായിട്ടില്ല, നിങ്ങൾ കുറച്ച് പഠിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ വേണ്ടത് ചെയ്തു കൊടുത്താൽ ഓക്കെ, നന്നാവും. അല്ലെങ്കിൽ നമ്മളെ പിള്ളേർക്ക് പണി കിട്ടും. അവരാണ് താങ്ങാൻ പറ്റാണ്ട് എന്തെങ്കിലുമൊക്കെ പോയി ചെയ്ത് കൂട്ടുന്നത്. അപ്പോൾ ഈ കുട്ടി വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു, മദറിൻ്റെ കയ്യിൽ സ്വർണ്ണമൊക്കെ കൊടുത്തു. ഇനി അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു. അഡ്വക്കേറ്റ് വഴി എന്താ വേണ്ടത് അത് പോയി നീങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നല്ല പഠിപ്പിസ്റ്റ് ബുദ്ധിജീവി പെൺകുട്ടിയാണ്. ആ കുട്ടി പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നമില്ല, ആൾ ഹാപ്പി ആയിട്ട് ആളെ രീതിക്ക് നല്ല രീതിയിൽ ജീവിച്ച് പോകുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ കല്യാണം കഴിഞ്ഞൊന്നുമില്ല, ഇങ്ങനെ ഒരാൾ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു മൈൻഡിലാണ് ആൾ നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ എന്തും കേട്ട പാടെ പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്ന ടീമിനോട് പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ വേണ്ട തോന്നിയോ, അവരെന്തെങ്കിലും ഗ്യാപ്പ് റിലേഷൻ എന്തോ കാട്ടുന്നുണ്ടോ, അല്ല അവിടെ നിന്ന് നമുക്ക് സഹിക്കാൻ പറ്റാത്ത എന്ത് കാട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നും എടുക്കാൻ പോലും സമയം കിട്ടുന്നില്ലെങ്കിൽ ജീവൻ കൊണ്ട് രക്ഷപ്പെടുക, അത്രയേ ഉള്ളൂ. ബാക്കി വീട്ടുകാർ എന്താ വേണ്ടത് വെച്ചാൽ അവർക്ക് വിട്ടുകൊടുത്തിട്ട് എന്താ വേണ്ടത് ചെയ്യാം. അങ്ങനെ നിന്നാൽ നമുക്ക് മരണത്തിലോട്ടേക്ക് പോകേണ്ട ആവശ്യമേ വരില്ല. നമുക്ക് ആ ഒരുത്തം മാത്രമേ ഉള്ളൂ എന്നുള്ള മണ്ട വിചാരങ്ങൾ പെൺകുട്ടിക്ക് വേണ്ട. നമുക്ക് വേറെ നല്ല ആൾക്കാരെ കൂടെ ജീവിച്ച് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ മീൻസ് ലൈഫ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പഠിക്കാൻ കഴിവുള്ള കുട്ടികളാണെങ്കിൽ നന്നായിട്ട് പഠിക്കുക. കല്യാണം എന്ന് വിചാരിച്ച് ചിന്തിച്ച് അങ്ങനെ ഒന്നും പോവാണ്ട് നിൽക്കുക. കല്യാണം എന്ന് പറയുന്ന വലിയ നല്ല കേസൊന്നും അല്ല ഗൈസ്. കാരണം കെട്ടിയാൽ അറിയുക കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ എന്തൊക്കെയോ സ്വപ്നമായിരിക്കും കണ്ടിട്ടുണ്ടാകും, പക്ഷെ ഒക്കെ വെറുതെ. ചില കാലമാടന്മാരെ കൂടെ കിട്ടിയാൽ അവർ കളിച്ച കളി തന്നെയാണ്. കയറിപ്പോയ പെണ്ണ് ഒന്നുമല്ല, ആ ഒരു രീതിക്കാണ് അവർ ശരിക്കും നമ്മളെ പന്ത് കളിക്കും. പന്ത് കളി തട്ടി കളിക്കില്ലേ, എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ തട്ടി ഇട്ട് കൊടുക്കും ഗൈസ്. എന്ത് വേണമെങ്കിൽ ചെയ്തോ പെർമിഷനുള്ള മട്ട് അവർ മറ്റുള്ള ആൾക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്ന ഹസ്ബൻഡ്മാർ എത്രയോ ഉണ്ട്.
പാവം അവർക്ക് എന്തായാലും അതിനുള്ള ശിക്ഷ പടച്ച റബ്ബ് കൊടുക്കും, അത് വേറെ. അതിനിടയിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഏറ്റവും നല്ലത് നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.